ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു. പറയുമ്പോൾ ഭയങ്കര ദൈവഭക്തിയും ഈശ്വര വിശ്വാസവും ഒക്കെയാണ്. ഹിന്ദു മതത്തിനു വേണ്ടി എന്തും ചെയ്യും. ഹിന്ദുമത വിശ്വാസികളെയും മാമൂലുകളെയും ലംഘിക്കുന്ന തരത്തിൽ ആരെന്തു ചെയ്താലും വടിവാൾ പ്രതിഷേധത്തിന് പോകും. പക്ഷെ നമുക്ക് എന്തും ചെയ്യാം. ഈ ഒരു രീതിയിലാണ് ഇന്നലെ ശ്രീകൃഷ്ണൻ വന്നത്. ഇപ്പോൾ ഇതുകൊണ്ട് ആകെ വെട്ടിലായിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. കേരളത്തിലെ BJP നേതാക്കന്മാരെ ഒക്കെ അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ട് അമ്പരപ്പിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ എന്നൊരു വരത്തനെ കേരള രാഷ്ട്രീയത്തിൽ BJP അധ്യക്ഷനായി മോദി പ്രതിഷ്ഠിച്ചത്. ലക്ഷ്യം വെച്ചത് ഒരു കോർപ്പറേറ്റ് കൂടിയായ രാജീവ് ചന്ദ്രശേഖർ വഴി മാധ്യമ ലോകത്ത് മുഴുവൻ BJP പ്രചരണം കൊഴിപ്പിക്കുകയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഇകഴ്ത്തി കേരളത്തിൽ അധികാരം പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ മാധ്യമ ലോകത്തെ അധികായൻ തന്നെ ഹിന്ദു മാമൂലുകളെയും നിയമത്തിനെയും മാധ്യമങ്ങളെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ വീഡിയോ ചിത്രീകരിച്ചിരിക്കുകയാണ്. ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് പ്രശസ്തയായി ഒടുവിൽ BJP-കാരുടെ ദത്തുപുത്രിയായി മാറിയ ജസ്ന സലീം എന്ന മുസ്ലിം സ്ത്രീ ഇത്തരത്തിൽ ഗുരുവായൂരിൽ വീഡിയോ ചിത്രീകരിച്ചതിനെതിരെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വലിയ നിയമ നടപടികളും കോലാഹലങ്ങളുമാണ് നേരിട്ടത്. എന്നിരിക്കെ ഇപ്പോൾ ഹിന്ദുമത വിശ്വാസികളും രാഷ്ട്രീയത്തിലെ ഉന്നതരും തന്നെ ഇത്തരം ക്രമക്കേടുകൾ നടത്തുമ്പോൾ ചോദ്യം ചെയ്യാൻ ഇവരെ പോലുള്ളവരൊക്കെ മുന്നോട്ട് വരുമെന്ന കാര്യവും ഉറപ്പാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലും പരിസരത്തും വീഡിയോ ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ള ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് രാജീവ് ചന്ദ്രശേഖറും അനുയായികളും ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയത്. കോൺഗ്രസ് നേതാവ് അനൂപാണ് ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് വന്നത്. രാജീവ് ചന്ദ്രശേഖർ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ നടന്നു വരികയും വീഡിയോ ചിത്രീകരിക്കുകയും അത് ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തതിനെതിരെയാണ് ഇപ്പോൾ നിയമ നടപടി ഉണ്ടായിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ വീഡിയോ ചിത്രീകരിച്ച പ്രദേശം ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വീഡിയോ ചിത്രീകരിക്കുന്നതിനും മറ്റും അനുമതി നിഷേധിച്ചിട്ടുള്ള പ്രദേശമാണ്. ഈ ഭാഗത്ത് കല്യാണം, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആഘോഷ പരിപാടികൾ, ഉത്സവം എന്നിവയ്ക്ക് മാത്രമാണ് വീഡിയോ ചിത്രീകരിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് BJP അധ്യക്ഷനും കൂട്ടരും ഈ ഭാഗത്ത് വീഡിയോ ചിത്രീകരിച്ചത്. ഇൻസ്റ്റഗ്രാം വഴി പ്രചരിപ്പിച്ച് ഇത് ഹിന്ദുമത വിശ്വാസികളെ വെല്ലുവിളിക്കുക തന്നെയാണ് ചെയ്തത്. മറ്റ് മതവിശ്വാസികൾക്ക് പോലും പ്രവേശനം അനുവദിക്കാത്ത അത്രയും പവിത്രമായി സൂക്ഷിക്കുന്ന ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രത്തിൽ ഹിന്ദുമത വിശ്വാസികൾക്ക് ഇത്തരം നിയമങ്ങളെയും മാമൂലുകളെയും കാറ്റിൽ പറത്തി എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യമുണ്ടായത് രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ അധ്യക്ഷനായതുകൊണ്ട് തന്നെയല്ലേ? സാധാരണക്കാരനാണ് ഇത്തരം ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ നിയമം അറിയില്ല എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ ശിക്ഷാ നടപടികൾക്ക് വിധേയനാക്കുമായിരുന്നു. ഇനി സ്വന്തമായി ചിത്രീകരിച്ചതല്ല എന്നും മറ്റാരോ അനുവാദമില്ലാതെ ചിത്രീകരിച്ചതാണ് എന്നുമുള്ള മുട്ടാമ്പോക്ക് ന്യായം പറഞ്ഞ് ഇതിൽ നിന്നൊക്കെ തടിയൂരി പോകുമെന്ന് അറിയാത്തതല്ല. എങ്കിലും രണ്ട് പന്തിയിൽ കഞ്ഞി വിളമ്പുന്നത് ശരിയല്ല BJP-ക്കാരെ.